ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു അടിപൊളി കൊറിയൻ ഹൊറർ ഫിലിമാണ്. ദ ഗോസ്റ്റ് ട്രെയിൻ. 2026 ഈ പടം പുറത്തിറങ്ങിയത്. ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പടത്തിലേക്ക് കടക്കാം. കിം എന്ന ഒരു യൂട്യൂബറിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഹൊറർ കഥകളെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്ത് തൻ്റെ ചാനൽ വളർത്താനാണ് അവളുടെ ആഗ്രഹം. ഒരു ദിവസം ഒരു പഴയ റെയിൽവേ സ്റ്റേഷനിൽ വർഷങ്ങളായി ദുരൂഹ സംഭവങ്ങൾ നടക്കുന്നതായി അവൾ അറിയുന്നു. ആളുകളെ കാണാതാകുന്നു, ചിലർ മരിക്കുന്നു. പക്ഷെ അതിൻ്റെ യഥാർത്ഥ കാരണം ഇന്നുവരെ ആർക്കും അറിയില്ല. ഈ വിഷയത്തിൽ വീഡിയോ ചെയ്താൽ നല്ല വ്യൂസ് കിട്ടുമെന്ന് കരുതി കിം നേരെ ആ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ ജോലി ചെയ്യുന്ന സ്റ്റേഷൻ മാസ്റ്ററോട് അവൾ ആ സംഭവങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ ആദ്യം അദ്ദേഹം ഒന്നും പറയാൻ തയ്യാറായില്ല. ആ കഥകൾ കേൾക്കുന്നത് പോലും അപകടമാണെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. പക്ഷേ കിം പലതവണ നിർബന്ധിച്ചതോടെ ഒടുവിൽ അദ്ദേഹം ഒരു കഥ പറയാൻ സമ്മതിക്കുന്നു. ആദ്യ കഥ ഒരു കോളേജ് വിദ്യാർത്ഥിയെക്കുറിച്ചിട്ടായിരുന്നു. കോളേജിൽ ചേർന്നതിന് ശേഷം അവൻ തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ടു. മയക്കുമരുന്നിന് അടിമയായി. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ ശല്യം ചെയ്യുന്നത് അവൻ്റെ പതിവായി മാറി. എല്ലാ ദിവസവും ഒരേ സമയത്ത് അതേ ട്രെയിനിലാണ് അവൻ യാത്ര ചെയ്തിരുന്നത്. ഒരു ദിവസം ട്രെയിനിൽ കയറിയപ്പോൾ ഒരു പെൺകുട്ടി വീണ്ടും വീണ്ടും ട്രെയിനിൻ്റെ ചുമരിൽ തലയിടിക്കുന്നത് അവൻ കാണുന്നു. ആദ്യം അത് കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടെങ്കിലും ഒന്നും ചോദിക്കാതെ അവഗണിച്ച് ഇറങ്ങിപ്പോകുന്നു. പിറ്റേന്ന് വീണ്ടും അതേ ട്രെയിനിൽ കയറിയപ്പോഴും അതേ പെൺകുട്ടി അതേ സ്ഥലത്ത് നിൽക്കുന്നത് അവൻ കാണുന്നു. അന്നും അവൾ അതേ രീതിയിൽ തലയിടിക്കുകയായിരുന്നു. ഇത് യാദൃശ്യമായിരിക്കാം എന്ന് കരുതി അവൻ അന്നും ഒന്നും പറയാതെ പോകുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്ഥിതി മാറിയില്ല. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, തുടർച്ചയായി ഒരാഴ്ച മുഴുവൻ അവൻ അതേ പെൺകുട്ടിയെ അതേ സ്ഥലത്ത് കാണാൻ തുടങ്ങി. ട്രെയിനിൽ ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടതോടെ അവന്റെ മനസ്സിൽ ഭയം തോന്നി തുടങ്ങി. സാധാരണ മനുഷ്യന് ഇങ്ങനെ എല്ലാ ദിവസവും ഒരേ രീതിയിൽ നിൽക്കാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കി. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ എത്തുന്നത്. അത് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളായിരുന്നു. അതിൽ ഒരു പെൺകുട്ടി അതേ സ്ഥലത്ത് നിന്ന് സ്വന്തം തല ചുമരിൽ ഇടിച്ച് ആത്മഹത്യ ചെയ്യുന്നതാണ് കാണുന്നത്. ഞെട്ടിക്കുന്ന കാര്യം, വീഡിയോയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി അവൻ ദിവസവും ട്രെയിനിൽ കാണുന്ന അതേ പെൺകുട്ടിയായിരുന്നു. അതിലും ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം വീഡിയോയുടെ തീയതിയായിരുന്നു. സംഭവം നടന്നത് ഒരു മാസം മുൻപാണ്. അതായത് അവൻ ദിവസവും കാണുന്നത് ജീവനുള്ള ഒരാളെയല്ല, മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ ആത്മാവിനെയാണ്. ഇത് മനസ്സിലാക്കിയതോടെ അവൻ ഭയന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ ആ പെൺകുട്ടി പെട്ടെന്ന് അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഭയന്നവൻ പിന്നിലേക്ക് വീഴുന്നു. അതേ സമയത്ത് അവൻ്റെ അടുത്തേക്ക് എന്തോ ഒരു വസ്തു വീഴുന്ന ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കിടന്നിരുന്നത് ആ പെൺകുട്ടിയുടെ മുറിഞ്ഞ തലയായിരുന്നു. അത് കണ്ടതോടെ അവൻ ജീവനും കൊണ്ട് ഓടാൻ ശ്രമിക്കുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ ആ ആത്മാവ് അവൻ്റെ മേൽ ചാടി ആക്രമിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവൻ കണ്ണു തുറക്കുന്നു. ഇതുവരെ കണ്ടതെല്ലാം ഒരു സ്വപ്നമായിരുന്നുവെന്ന് അവൻ കരുതുന്നു. കാരണം ഇപ്പോഴും അവൻ ട്രെയിനിൽ തന്നെ ആയിരുന്നു. അല്പം ആശ്വാസത്തോടെ അവൻ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. പക്ഷേ ഇറങ്ങിയ ഉടനെ അവൻ്റെ മുഖത്തെ ആശ്വാസം വീണ്ടും ഭയമായി മാറി. കാരണം ആത്മഹത്യ നടന്ന അതേ സ്ഥലം അവൻ്റെ മുന്നിലുണ്ടായിരുന്നു. അവൻ ആ സ്ഥലത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് പിന്നിൽ ആരോ നിൽക്കുന്നതായി തോന്നിയത്. ആരാണെന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലും അവനുണ്ടായിരുന്നില്ല. അത് ആ പെൺകുട്ടിയുടെ ആത്മാവായിരുന്നു. അടുത്ത നിമിഷം തന്നെ ആ ആത്മാവ് അവനെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് ആരും അവനെ ജീവനോടെ കണ്ടിട്ടില്ല. ആദ്യ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ കിമ്മിന് വളരെ ഇഷ്ടപ്പെടുന്നു. നല്ല വ്യൂസ് കിട്ടുമെന്ന് കരുതി അവൾ അതിനെ വീഡിയോയായി തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. പക്ഷെ അവൾ പ്രതീക്ഷിച്ചതുപോലെ വലിയ പ്രതികരണമൊന്നും അതിന് ലഭിച്ചില്ല. അത് അവളെ നിരാശയിലാക്കി. അതേസമയം അതേ ഓഫീസിൽ ജോലി ചെയ്യുന്ന മറ്റൊരു യൂട്യൂബറായ ലീനയുടെ എല്ലാ വീഡിയോകളും ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത്. അവൾക്ക് 1 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു. കിമ്മിനെ അവൾ ഇടയ്ക്കിടെ പരിഹസിക്കുകയും ഇതൊന്നും നിനക്ക് പറ്റുന്ന ജോലിയല്ല എന്ന് പറയുകയും ചെയ്യും. ആ വാക്കുകൾ കിമ്മിനെ വല്ലാതെ വിഷമിപ്പിച്ചു. എന്ത് വില കൊടുത്തും തൻ്റെ ചാനൽ വിജയിപ്പിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അതുകൊണ്ട് അവൾ വീണ്ടും ആ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററെ കാണാൻ പോയി. ആദ്യം അദ്ദേഹം വീണ്ടും കഥ പറയാൻ തയ്യാറായില്ല. പക്ഷേ കിം പലതവണ ആവശ്യപ്പെട്ടതോടെ ഒടുവിൽ രണ്ടാമത്തെ കഥയും പറയാൻ സമ്മതിച്ചു. ഇത്തവണത്തെ കഥ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെക്കുറിച്ചായിരുന്നു. അവൾക്ക് സ്കൂളിൽ അധികം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവളെ ഒഴിവാക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ആരും അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അവൾ അതിന് സ്വന്തം മനസ്സിൽ ഒരു കാരണം കണ്ടെത്തിയിരുന്നു. തൻ്റെ മൂക്ക് ഭംഗിയില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും തന്നെ ഇഷ്ടപ്പെടാത്തതെന്ന് അവൾ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മൂക്ക് മാറ്റണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷേ അതിനുള്ള സാമ്പത്തിക സാഹചര്യം അവൾക്കുണ്ടായിരുന്നില്ല. ഒരു ദിവസം പതിവ് പോലെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവളുടെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയെ അവൾ കാണുന്നു. ആ ആൺകുട്ടിയും അധികം സുഹൃത്തുക്കളില്ലാതെ ഒറ്റയ്ക്കാണ് നടക്കാറ്. അതുകൊണ്ട് അവനുമായി സൗഹൃദം സ്ഥാപിക്കണമെന്ന ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു.
അന്നാണ് അവൾ അറിയുന്നത് ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു പുതിയ സുഹൃത്തിനെ കിട്ടി എന്ന്. അത് കണ്ടപ്പോൾ അവൾക്ക് വീണ്ടും വിഷമമായി. എല്ലാവർക്കും ആരെങ്കിലും ഉണ്ട്, പക്ഷെ തനിക്ക് മാത്രം ആരുമില്ല എന്ന ചിന്ത അവളെ കൂടുതൽ തളർത്തി. അതേസമയം ട്രെയിനിൽ മറ്റൊരാളും ഉണ്ടായിരുന്നു. മുഖം മുഴുവൻ ബാൻഡേജ് കെട്ടിയ ഒരു സ്ത്രീ. ആദ്യമൊന്നും ആ വിദ്യാർത്ഥിനി അവളെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ബാൻഡേജ് കെട്ടിയ സ്ത്രീ തുടർച്ചയായി ഈ പെൺകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് വിദ്യാർത്ഥിനി ട്രെയിനിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. എന്നാൽ ബാൻഡേജ് കെട്ടിയ സ്ത്രീയും അവളുടെ പിന്നാലെ ഇറങ്ങി. കുറച്ചു ദൂരം നടന്ന ശേഷം അവൾ പതുക്കെ പെൺകുട്ടിയുടെ അടുത്തെത്തി. എന്നിട്ട് വളരെ വിചിത്രമായ ഒരു കാര്യം പറഞ്ഞു. നിന്റെ മൂക്ക് വളരെ ഭംഗിയുള്ളതാണ്. അത് കേട്ടപ്പോൾ പെൺകുട്ടി ഒന്ന് ചിരിച്ചെങ്കിലും ആ സ്ത്രീയെ അടുത്തു കണ്ട നിമിഷം അവൾ ഞെട്ടിപ്പോയി. കാരണം ബാൻഡേജിനുള്ളിൽ അവർക്ക് മൂക്കുണ്ടായിരുന്നില്ല. മുഖത്തിന്റെ നടുവിൽ മൂക്കുണ്ടായിരിക്കേണ്ട സ്ഥലം ശൂന്യമായിരുന്നു. അത് കണ്ടതോടെ പെൺകുട്ടി പേടിച്ച് പിന്നോട്ട് മാറി. അപ്പോൾ ആ സ്ത്രീ വീണ്ടും ചോദിച്ചു, ആ മൂക്ക് എനിക്ക് തരുമോ? അത് കേട്ടതും വിദ്യാർത്ഥിനി ഭയന്നോടി. പക്ഷെ ഓടുന്നതിനിടയിലും അവൾ മൊബൈൽ എടുത്ത് ആ സ്ത്രീയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. തന്നെ എന്തോ പിന്തുടരുന്നുണ്ടെന്നുള്ളതിന് തെളിവ് കിട്ടുമെന്നാണ് അവൾ കരുതിയത്. പക്ഷെ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അവൾ വീണ്ടും ഞെട്ടി. ക്യാമറയിൽ അവളെ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ആ ബാൻഡേജ് കെട്ടിയ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തന്നെ പിന്തുടരുന്നത് ഒരു മനുഷ്യനല്ല, ഒരു ആത്മാവാണ്. ഭയന്ന് അവൾ സ്റ്റേഷനിലെ ടോയ്ലറ്റിൽ കയറി വാതിലടച്ചു. കൈകൾ വിറയ്ക്കുന്നതിനിടയിൽ അവൾ വീട്ടിലേക്കും സുഹൃത്തുക്കൾക്കും ഫോൺ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ആ സമയത്ത് ആരും ഫോൺ എടുത്തില്ല. പുറത്താരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു. ഓരോ നിമിഷവും ആ ശബ്ദം അടുത്തേക്ക് വന്നു. അവൾ ശ്വാസം പോലും അടക്കിപ്പിടിച്ച് അകത്തുനിന്നു. പെട്ടെന്ന് ടോയ്ലറ്റിന്റെ വാതിൽ പതുക്കെ തുറക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം തന്നെ ആ ആത്മാവ് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അവിടെ എന്താണ് നടന്നതെന്ന് ആർക്കും അറിയില്ല. അടുത്ത ദിവസം സ്റ്റേഷനിലെ ടോയ്ലറ്റിൽ നിന്ന് ആ വിദ്യാർത്ഥിനിയുടെ മൃതദേഹമാണ് കിട്ടിയത്. ആ സംഭവത്തിന് ശേഷം സ്റ്റേഷനെക്കുറിച്ചുള്ള ഭയം ആളുകൾക്കിടയിൽ വീണ്ടും വർദ്ധിച്ചു. കഥ അവസാനിച്ചപ്പോൾ കിം ആലോചിക്കാൻ തുടങ്ങി. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് സ്റ്റേഷനിലെ ടോയ്ലറ്റിൽ ഒരു വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടതായി വാർത്തകളിൽ വന്നത് അവൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് ഈ കഥ കൂടുതൽ വിശ്വസിക്കുമെന്നും വീഡിയോയ്ക്ക് നല്ല പ്രതികരണം ലഭിക്കുമെന്നും അവൾ കരുതി. ഇത്തവണ വെറും കഥ മാത്രം പറഞ്ഞാൽ പോരെന്ന് കിം തീരുമാനിച്ചു. അവൾ ഹൊറർ വേഷം ധരിച്ച് നേരെ ആ സ്റ്റേഷനിൽ പോയി കഥ നടന്ന സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചു. വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. കുറച്ചു മണിക്കൂറിനുള്ളിൽ തന്നെ വീഡിയോ വൈറലായി. വ്യൂസ് കുത്തനെ ഉയർന്നു. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും അതിവേഗം വർദ്ധിച്ചു. ആദ്യമായി യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനവും അവൾക്ക് ലഭിക്കാൻ തുടങ്ങി. പക്ഷെ അതോടെ കിമ്മിന്റെ ആഗ്രഹം അവസാനിച്ചില്ല. പണം കൂടുന്നതനുസരിച്ച് അവളുടെ അത്യാഗ്രഹവും കൂടി. ഇനിയും കുറച്ചു കഥകൾ കിട്ടിയാൽ എന്റെ ചാനൽ ഇതിലും വലുതാകും. ഈ ചിന്തയോടെ അവൾ മൂന്നാമതും സ്റ്റേഷൻ മാസ്റ്ററെ കാണാൻ ചെന്നു. അദ്ദേഹം ആദ്യമൊന്നും കഥ പറയാൻ തയ്യാറായില്ല. പക്ഷെ കിമ്മിന്റെ നിർബന്ധം കാരണം ഒടുവിൽ മൂന്നാമത്തെ കഥയും പറയാൻ തുടങ്ങി. ഈ കഥ ഒരു സാധാരണ മനുഷ്യനെ കുറിച്ചായിരുന്നു. ഒരു കാലത്ത് അയാൾക്ക് നല്ല ജീവിതമായിരുന്നു. പക്ഷെ തെറ്റായ തീരുമാനങ്ങൾ കാരണം ഒരുപാട് ആളുകളിൽ നിന്ന് കടം വാങ്ങി. കടം കൂടി കൂടി ഒടുവിൽ വീടും ബിസിനസ്സും എല്ലാം നഷ്ടമായി. താമസിക്കാൻ പോലും സ്ഥലമില്ലാതെയായി. ഇപ്പോൾ അയാൾ റെയിൽവേ സ്റ്റേഷനിലാണ് താമസിക്കുന്നത്. എന്നാൽ അവിടെയും അയാളെ കടം കൊടുത്തവർ വെറുതെ വിട്ടില്ല. കയ്യിൽ കിട്ടുന്ന ചെറിയ പൈസ പോലും അവർ പിടിച്ചുകൊണ്ടു പോകുമായിരുന്നു. പല ദിവസവും ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. ഒരു ദിവസം അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു നാണയം മാത്രം. ആ ഒരു നാണയം കൊണ്ട് എന്തു വാങ്ങണമെന്ന് ആലോചിച്ച് സ്റ്റേഷനിലൂടെ നടക്കുന്നതിനിടയിലാണ് പ്ലാറ്റ്ഫോമിന്റെ മറുവശത്ത് നല്ല വസ്ത്രം ധരിച്ച ഒരു ധനികനെ അയാൾ കാണുന്നത്. ആ മനുഷ്യനെ കണ്ടപ്പോൾ സ്വന്തം അവസ്ഥയോർത്ത് അയാൾക്ക് ദേഷ്യവും അസൂയയും തോന്നി. അപ്പോഴാണ് അയാളുടെ പിന്നിൽ നിന്ന് ഒരു വിചിത്രമായ ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു വെൻഡിങ് മെഷീൻ. മെഷീനിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഒരു നാണയമിട്ടാൽ ഒരു കോൾഡ് ഡ്രിങ്ക്. വിശന്ന് നിൽക്കുകയായിരുന്ന അയാൾ ഉടനെ തന്റെ കൈവശമുണ്ടായിരുന്ന അവസാന നാണയം മെഷീനിലിട്ടു. അതേ നിമിഷം പ്ലാറ്റ്ഫോമിന്റെ മറുവശത്ത് നിന്ന് ഒരാളുടെ നിലവിളി കേട്ടു. പക്ഷെ വിശപ്പ് കാരണം അയാൾ ഒന്നും ശ്രദ്ധിച്ചില്ല. മെഷീനിൽ നിന്ന് കിട്ടിയ കോൾഡ് ഡ്രിങ്ക് ക്യാൻ തുറന്നപ്പോൾ അതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ക്യാൻ പൂർണ്ണമായും കാലിയായിരുന്നു. നിരാശയോടെ അയാൾ ആ ക്യാൻ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ക്യാൻ ഉരുണ്ടുപോയി നേരെ ആ ധനികൻ നിന്നിരുന്ന സ്ഥലത്തെത്തി നിന്നു. അയാൾ അവിടേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അല്പസമയം മുമ്പ് അവിടെ നിന്നിരുന്ന മനുഷ്യൻ അപ്രത്യക്ഷമായിരുന്നു. അവിടെ ബാക്കിയുണ്ടായിരുന്നത് അയാളുടെ വസ്ത്രങ്ങളും പേഴ്സും മാത്രം. ഒരു നിമിഷം അയാൾക്ക് ഭയം തോന്നിയെങ്കിലും പിന്നീട് അതൊന്നും ആലോചിക്കാതെ പേഴ്സ് എടുത്തു നോക്കി. അതിൽ നിറയെ പണമായിരുന്നു. അയാൾ ഉടനെ തന്നെ പണമെടുത്ത് പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നല്ല ഭക്ഷണം കഴിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. അടുത്ത ദിവസം വീണ്ടും വിശന്ന് സ്റ്റേഷനിലൂടെ നടക്കുമ്പോൾ അതേ വെൻഡിങ് മെഷീൻ വീണ്ടും അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണയും ഒരു നാണയം ഇട്ടു. അപ്പോൾ തന്നെ അയാളുടെ മുന്നിലേക്ക് കടം കൊടുത്ത ഒരാളെത്തി. പണം തിരികെ ചോദിച്ച് അയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഭയന്നുപോയ അയാൾ ഉടനെ തന്റെ കയ്യിലുണ്ടായിരുന്ന കോൾഡ് ഡ്രിങ്ക് ക്യാൻ തുറന്നു. ക്യാൻ തുറന്ന നിമിഷം തന്നെ ആ മനുഷ്യൻ ഉറക്കെ നിലവിളിച്ചു. അടുത്ത സെക്കൻഡിൽ അയാളും അപ്രത്യക്ഷനായി. വീണ്ടും ബാക്കിയുണ്ടായിരുന്നത് അയാളുടെ വസ്ത്രങ്ങളും പേഴ്സും മാത്രം.
അപ്പോഴാണ് ഈ വെൻഡിങ് മെഷീന്റെ രഹസ്യം അയാൾക്ക് മനസ്സിലായത്. ഈ മെഷീനിൽ നിന്ന് കിട്ടുന്ന ക്യാൻ ആരുടെ മുന്നിൽ തുറക്കുന്നുവോ ആ മനുഷ്യൻ അപ്രത്യക്ഷമാകും. ആദ്യമൊക്കെ അയാൾ ഭയപ്പെട്ടു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഭയം അത്യാഗ്രഹമായി മാറി. ഇനി കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അയാൾ തീരുമാനിച്ചു. എല്ലാ രാത്രിയും സ്റ്റേഷനിലെത്തുന്ന ആളുകളെ അയാൾ ഇരയാക്കാൻ തുടങ്ങി. ആർക്കെങ്കിലും മുന്നിൽ ക്യാൻ തുറക്കും, അവർ അപ്രത്യക്ഷമാകും. അവരുടെ പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും എടുത്ത് അയാൾ സുഖമായി ജീവിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ധനികനായി. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചു, ആഡംബര ജീവിതം നയിച്ചു. പക്ഷെ പണം കൂടിയതോടെ അത്യാഗ്രഹവും കൂടി. ഒരു ദിവസം പുതിയൊരു ഇരയെ തേടി സ്റ്റേഷനിലെ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് അയാൾ എത്തി. അവിടെ നിന്നുകൊണ്ട് മറുവശത്തേക്ക് നോക്കിയപ്പോൾ അയാൾ പെട്ടെന്ന് നിശ്ചലനായി. കാരണം അവിടെ കണ്ടത് മറ്റാരെയുമല്ല, ഒരു കാലത്ത് വിശന്ന് അലഞ്ഞു നടന്ന തൻ്റെ പഴയ രൂപത്തെ തന്നെയായിരുന്നു. കയ്യിൽ ഒരു നാണയവുമായി വെൻഡിങ് മെഷീന് മുന്നിൽ നിൽക്കുന്ന അതേ മനുഷ്യൻ. അപ്പോഴാണ് അയാൾക്ക് സത്യം മനസ്സിലായത്. ആദ്യ ദിവസം കാണാതായ ധനികൻ മറ്റാരുമല്ല, ഭാവിയിലെ താൻ തന്നെയായിരുന്നു. സമയം ഒരു വലയമായി മാറിയിരുന്നു. ഭാവിയിലെ താനെയാണ് ഭൂതകാലത്തിലെ താൻ ഇല്ലാതാക്കിയത്. അടുത്ത നിമിഷം തന്നെ പഴയ രൂപം കോൾഡ് ഡ്രിങ്ക് ക്യാൻ തുടർന്നു. അതോടൊപ്പം ഇപ്പോഴത്തെ അയാളും അപ്രത്യക്ഷനായി. അങ്ങനെ ഈ ശാപം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചക്രമായി തുടർന്നു. പാവപ്പെട്ട മനുഷ്യൻ ധനികനാകുന്നു, വീണ്ടും അതേ സ്ഥലത്തെത്തുന്നു, അവസാനം സ്വന്തം ഭൂതകാലത്തിനാൽ തന്നെ ഇല്ലാതാക്കപ്പെടുന്നു. ഈ കഥ കേട്ട കിമ്മിന് വളരെ ഇഷ്ടമായി. ഇത്തവണയും അവൾ കഥ വീഡിയോയാക്കി അപ്ലോഡ് ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീഡിയോ വലിയ വിജയമായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവളുടെ ചാനൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ തുടങ്ങി. അവളുടെ സബ്സ്ക്രൈബേഴ്സ് 1 മില്യൺ കടന്നു. ഓഫീസിലെ എല്ലാവർക്കുമായി അവൾ ഒരു സർപ്രൈസ് പാർട്ടി പോലും ഒരുക്കി. എല്ലാവരും കിമ്മിന്റെ വിജയത്തിൽ സന്തോഷിച്ചപ്പോൾ അത് ഒരാൾക്ക് മാത്രം സഹിക്കാനായില്ല. അത് ലീനയായിരുന്നു. കിമ്മിന്റെ വളർച്ച കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ അസൂയ നിറയാൻ തുടങ്ങി. എന്നാൽ ആ സമയത്ത് കിം ശ്രദ്ധിച്ചത് മറ്റൊരു വിചിത്രമായ കാര്യമായിരുന്നു. അവളുടെ എല്ലാ വീഡിയോകളുടെ താഴെയും ഒരാൾ എപ്പോഴും കമന്റ് ഇടാറുണ്ടായിരുന്നു: ഈ വീഡിയോകൾ ഉടൻ ഡിലീറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ വളരെ വൈകും. ആ കമന്റ് ആദ്യം കണ്ടപ്പോൾ കിം അതിന് വലിയ പ്രാധാന്യം നൽകിയില്ല. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതേ അക്കൗണ്ടിൽ നിന്ന് എല്ലാ വീഡിയോകളുടെയും താഴെ ഒരേ മുന്നറിയിപ്പ് വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി: ഈ സ്റ്റേഷനെ കുറിച്ചുള്ള വീഡിയോകൾ ഡിലീറ്റ് ചെയ്യൂ, ആ സ്ഥലം ശപിക്കപ്പെട്ടതാണ്, നീ ആളുകളെ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവസാനം ആ കമന്റിൽ ഒരു വിലാസവും ഉണ്ടായിരുന്നു. സത്യമറിയണമെങ്കിൽ നേരിൽ വന്ന് കാണാൻ ആ സ്ത്രീ കിമ്മിനോട് ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം കിം അതെല്ലാം തമാശയായിട്ടാണ് കരുതിയത്. പക്ഷെ ഇത്രയും ദിവസവുമായി ഒരേ ആളിൽ നിന്ന് തുടർച്ചയായി മുന്നറിയിപ്പ് ലഭിച്ചതോടെ അവൾക്ക് ചെറിയൊരു സംശയം തോന്നി. ഒടുവിൽ ആ സ്ത്രീയെ നേരിട്ട് കാണാൻ അവൾ തീരുമാനിച്ചു. അവർ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. അവിടെ എത്തിയ സ്ത്രീ വളരെ ഭയന്ന നിലയിലായിരുന്നു. മുഖം പോലും വ്യക്തമായി കാണാത്ത രീതിയിൽ അവൾ സ്വയം മറച്ചിരുന്നു. ഇടയ്ക്കിടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയും ആരോ തന്നെ പിന്തുടരുന്നതുപോലെ പെരുമാറുകയും ചെയ്തു. കിം കാര്യം ചോദിച്ചതോടെ അവൾ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞത് കേട്ട് കിം പോലും ഞെട്ടിപ്പോയി. അവളുടെ വാക്കുകൾ പ്രകാരം ആ സ്ഥലം ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ അല്ല. വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു വിചിത്ര ആരാധനാ സംഘം പ്രവർത്തിച്ചിരുന്നു. അവർ പിശാചിനെ ആരാധിക്കുന്ന ആളുകളായിരുന്നു. ആ സംഘത്തിന്റെ നേതാവ് പലരെയും മനുഷ്യബലിയായി ഉപയോഗിച്ചിരുന്നതായും പറയപ്പെടുന്നു. ഒടുവിൽ ഒരു ദിവസം ആ നേതാവിന്റെ നിർദ്ദേശപ്രകാരം സംഘത്തിലെ എല്ലാവരും ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അവരുടെ ആത്മാക്കൾ ആ സ്ഥലം വിട്ടുപോയില്ലെന്നാണ് വിശ്വാസം. പിന്നീട് അവിടെ റെയിൽവേ സ്റ്റേഷൻ പണിതെങ്കിലും ദുരൂഹ സംഭവങ്ങൾ ഒരിക്കലും അവസാനിച്ചില്ല. ആ സ്റ്റേഷനിലെത്തുന്ന ചിലർ പിന്നീട് ജീവനോടെ പോകാറില്ല. അതുകൊണ്ടാണ് ആ സ്റ്റേഷനെ കുറിച്ച് ആരും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്തത്. പക്ഷേ കിം ചെയ്ത വീഡിയോകൾ കാരണം ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആ സ്ഥലത്തെക്കുറിച്ച് അറിയുകയാണ്. കൗതുകം കൊണ്ട് ആളുകൾ അവിടേക്ക് പോകും. അങ്ങനെ കൂടുതൽ ആളുകൾ ആ ശാപത്തിന്റെ ഇരകളാകുമെന്നും ആ സ്ത്രീ പറയുന്നു. അവസാനം അവൾ കിമ്മിനോട് ഒരേ ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു: ദയവായി ആ വീഡിയോകൾ എല്ലാം ഡിലീറ്റ് ചെയ്യൂ, ഇനി ഒരിക്കലും ആ സ്റ്റേഷനിലേക്ക് പോകരുത്. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ മുഖത്തെ ഭാവം മാറി. തൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്നതുപോലെ അവൾ ഭയന്ന് നോക്കി. അടുത്ത നിമിഷം തന്നെ അവൾ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി. കിമ്മിന് പക്ഷെ അവിടെ ഒന്നും കാണാനായില്ല. എല്ലാം വെറും ഭ്രമമാണെന്ന് അവൾ കരുതി. ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് കിം ഓഫീസിലേക്ക് മടങ്ങി. അവൾക്ക് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ മറക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും ആ സ്റ്റേഷൻ ശപിക്കപ്പെട്ടതാണോ? താൻ ചെയ്യുന്ന വീഡിയോകൾ കാരണം മറ്റുള്ളവർ അപകടത്തിലാകുമോ? അങ്ങനെ പല ചിന്തകളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ അതേ സമയത്താണ് മറ്റൊരു സംഭവം നടക്കുന്നത്. ഓഫീസിൽ അവൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ മറ്റൊരു യൂട്യൂബറോട് വളരെ അടുത്ത് സംസാരിക്കുന്നത് കിം കാണുന്നു. അത് കണ്ടതോടെ അവളുടെ മനസ്സിൽ വീണ്ടും മത്സരബോധം ഉണർന്നു. അവളുടെ ലക്ഷ്യം ഇപ്പോൾ ഒന്ന് മാത്രമായി: എന്ത് സംഭവിച്ചാലും തൻ്റെ ചാനൽ വീണ്ടും വലുതാക്കണം. ആ തീരുമാനത്തോടെ അവൾ വീണ്ടും സ്റ്റേഷൻ മാസ്റ്ററെ കാണാൻ പോയി. ഈ തവണ അവൾ കൂടുതൽ കഥകൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. സ്റ്റേഷൻ മാസ്റ്റർ വീണ്ടും അവളെ തടയാൻ ശ്രമിച്ചു. നിനക്കിപ്പോൾ പ്രശസ്തിയും പണവും കിട്ടിയല്ലോ, ഇനി സ്റ്റേഷൻ വിട്ടു പോകൂ. കൂടുതൽ അന്വേഷിച്ചാൽ അത് നിനക്ക് തന്നെ അപകടമാകും. പക്ഷെ കിം അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല.
അവസാനം സ്റ്റേഷൻ മാസ്റ്റർ മറ്റൊരു കഥ പറയാൻ തുടങ്ങി. ഇത്തവണത്തെ കഥയും ഒരു യൂട്യൂബറെ കുറിച്ചായിരുന്നു. കഥ തുടങ്ങിയ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കിം ഞെട്ടി. കാരണം ആ യൂട്യൂബർ മറ്റാരുമല്ല, അവളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ലീന തന്നെ ആയിരുന്നു. ലീന ഇടയ്ക്കിടെ ഈ സ്റ്റേഷനിൽ വന്ന് ഹൊറർ വീഡിയോകൾ ചിത്രീകരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിംഗ് ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ അവളുടെ കൈ ഒരു പഴയ ഇരുമ്പ് ഹാൻഡിലിൽ കൊണ്ടു. ആദ്യം ഒരു ചെറിയ മുറിവ് മാത്രമായിരുന്നു, അതുകൊണ്ട് അവൾ അതിനെ കാര്യമായി എടുത്തില്ല. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുറിവ് വഷളാകാൻ തുടങ്ങി, കൈ വേദനിക്കാൻ തുടങ്ങി. പിന്നീട് പനി വന്നു. ചില സമയങ്ങളിൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. എന്നിട്ടും ലീന ഷൂട്ടിംഗ് നിർത്തിയില്ല. കാരണം ആ സ്റ്റേഷനിൽ നിന്ന് ചെയ്യുന്ന ഓരോ വീഡിയോയും വൈറലാകുന്നുണ്ടായിരുന്നു. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ദിവസേന കൂടിക്കൊണ്ടിരുന്നു. അതിന്റെ ആവേശത്തിൽ അവൾ സ്വന്തം ആരോഗ്യത്തെ പോലും അവഗണിച്ചു. ഡോക്ടറെ കാണിച്ചെങ്കിലും രോഗത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്നപ്പോൾ അവൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. കയ്യിലെ മുറിവിൽ നിന്ന് ചെറിയ ചെറിയ പൂക്കൾ മുളച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യം അവൾക്കത് വിശ്വസിക്കാനായില്ല. പക്ഷെ നിമിഷങ്ങൾക്കകം ആ പൂക്കൾ വള്ളികളായി വളർന്നു. ആ വള്ളികൾ പതുക്കെ അവളുടെ ശരീരത്തിലാകെ പടർന്നു. ഒടുവിൽ അവ തന്നെ അവളുടെ ജീവനെടുത്തു. കഥ അവിടെ അവസാനിച്ചു. എന്നാൽ ഈ കഥ കിമ്മിന് അത്ര ഇഷ്ടമായില്ല. ഇത് ആളുകളെ അത്ര ആകർഷിക്കില്ലെന്ന് അവൾ കരുതി. അവൾക്ക് ഇതിലും വലിയൊരു കഥ വേണമായിരുന്നു. അതേസമയം റെസ്റ്റോറൻറ്റിൽ കണ്ട സ്ത്രീ പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വന്നു. ആ സ്റ്റേഷനിൽ ഒരിക്കൽ പിശാചിനെ ആരാധിച്ചിരുന്ന ഒരു സംഘമുണ്ടായിരുന്നു. അത് സത്യമാണോ എന്നവൾ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു. അത് കേട്ട് അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതെയിരുന്നു. പിന്നീട് വളരെ ശാന്തമായി പറഞ്ഞു, അത് സത്യമാണ്. ആ സംഘത്തിന്റെ നേതാവ് ഇന്നും ഈ സ്റ്റേഷനിലുണ്ട്. അവനെ നേരിട്ട് കാണണമെങ്കിൽ ഇന്ന് രാത്രി 3 മണിക്ക് ഇവിടെ വരൂ. ആ വാക്കുകൾ കേട്ടപ്പോൾ കിമ്മിന്റെ മനസ്സിൽ ഭയത്തേക്കാൾ കൂടുതൽ തോന്നിയത് ലാഭത്തിന്റെ മോഹമായിരുന്നു. അത്തരമൊരു വീഡിയോ കിട്ടിയാൽ തന്റെ ചാനൽ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുമെന്ന് അവൾ ഉറപ്പിച്ചു. അതേസമയം കിമ്മിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തിയിരുന്നു. പോലീസ് ഓഫീസിലെത്തിയതോടെ എല്ലാവർക്കും ആശങ്കയായി. കിമ്മിന്റെ സുഹൃത്തുക്കൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞ കാര്യം കേട്ട് എല്ലാവരും ഞെട്ടി. കിമ്മിന്റെ വീഡിയോകളിൽ സ്ഥിരമായി കേൾക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററുടെ ശബ്ദത്തെക്കുറിച്ചാണ് അവർ അന്വേഷിക്കുന്നത്. കാരണം ആ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന യഥാർത്ഥ സ്റ്റേഷൻ മാസ്റ്റർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദുരൂഹമായി കാണാതായിരുന്നു. അദ്ദേഹത്തെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അപ്പോൾ കിമ്മിന്റെ വീഡിയോകളിൽ സംസാരിക്കുന്നത് ആരാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ കിം അന്ന് രാത്രി വീണ്ടും സ്റ്റേഷനിലെത്തി. സമയം ഏകദേശം 3 മണി. മുഴുവൻ സ്റ്റേഷനും വിജനമായിരുന്നു. ട്രെയിനുകളുടെ ശബ്ദം പോലും കേൾക്കാനില്ല. സ്റ്റേഷൻ മാസ്റ്ററെ അന്വേഷിച്ച് കിം കുറേ നേരം അവിടെല്ലാം നടന്നു. പക്ഷെ അദ്ദേഹത്തെ എവിടെയും കണ്ടില്ല. അപ്പോഴാണ് അവിടേക്ക് ഒരു വാക്കി ടോക്കിയുടെ ശബ്ദം കേട്ടത്. കിം അത് എടുത്തതും മറുവശത്ത് നിന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെ ശബ്ദം കേട്ടു. അദ്ദേഹം പറഞ്ഞു, നീ ആദ്യമായി എന്നെ കാണാൻ വന്ന ദിവസം തന്നെ ഒരു നാൾ ഇവിടം വരെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ സ്റ്റേഷനിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കഥയാണ്. അതിലെ പ്രധാന കഥാപാത്രം ഞാൻ തന്നെയാണ്. കിം ഒന്നും മനസ്സിലാകാതെ മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ തന്റെ കഥ പറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിനും ഒരു സുഹൃത്തിനും ഈ സ്റ്റേഷനിൽ ജോലി കിട്ടിയത്. അന്ന് ഈ സ്റ്റേഷനിൽ പല യൂട്യൂബർമാരും ഹൊറർ കഥകൾ അന്വേഷിച്ച് വരാറുണ്ടായിരുന്നു. പക്ഷേ അന്നവർക്ക് ഈ സ്റ്റേഷന്റെ യഥാർത്ഥ ചരിത്രം അറിയില്ലായിരുന്നു. ഒരു രാത്രി ഡ്യൂട്ടിക്കിടയിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു തുരങ്കത്തിന് സമീപം ആരോ നിൽക്കുന്നത് സ്റ്റേഷൻ മാസ്റ്റർ കണ്ടു. ഇത്ര രാത്രി ആരായിരിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഒരു യൂട്യൂബർ ആയിരിക്കുമെന്ന് കരുതി തന്റെ സുഹൃത്തിനെ അവിടേക്ക് അയച്ചു. പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അയാൾ തിരികെ വന്നില്ല. അത് കണ്ടപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് സംശയം തോന്നി. വാക്കി ടോക്കി എടുത്ത് അദ്ദേഹം തന്നെ തുരങ്കത്തിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ തുരങ്കത്തിന് സമീപം ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ട്രെയിനിന്റെ ഉള്ളിൽ ലൈറ്റുകൾ തെളിഞ്ഞു കിടക്കുകയായിരുന്നു. തന്റെ സുഹൃത്ത് അതിനുള്ളിൽ ഉണ്ടാകുമെന്ന് കരുതി അദ്ദേഹം ട്രെയിനിൽ കയറി. പക്ഷെ അകത്ത് കയറിയ ഉടനെ ട്രെയിനിന്റെ എല്ലാ വാതിലുകളും തനിയെ അടഞ്ഞു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും വാതിലുകൾ തുറന്നില്ല. അപ്പോഴേക്കും ട്രെയിൻ പതുക്കെ നീങ്ങാൻ തുടങ്ങി. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ അദ്ദേഹം ഭയന്നു. അപ്പോൾ വാക്കി ടോക്കിയിലൂടെ സുഹൃത്തിന്റെ ശബ്ദം കേട്ടു. ഞാൻ നിന്നെ കാണുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ വരാം. ആ ശബ്ദം കേട്ടപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് കുറച്ച് ആശ്വാസമായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ട്രെയിൻ വീണ്ടും നിർത്തി. ഇനി രക്ഷപ്പെടാമെന്ന് കരുതി അദ്ദേഹം വാതിലിനടുത്തേക്ക് നടന്നു. പക്ഷേ അതേ സമയത്ത് ജനലിന് മുന്നിലൂടെ ഒരു മുഖം പതുക്കെ പ്രത്യക്ഷപ്പെട്ടു. ആദ്യം അത് ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. അത് അദ്ദേഹത്തിന്റെ സ്വന്തം മുഖമായിരുന്നു. പക്ഷെ ആ മുഖത്തിന് ശരീരമുണ്ടായിരുന്നില്ല. ആരോ അതിനെ പിടിച്ച് ജനലിന് മുന്നിൽ ഉയർത്തി കാണിക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ടതോടെ സ്റ്റേഷൻ മാസ്റ്റർക്ക് എല്ലാം മനസ്സിലായി. ആ രാത്രി തന്നെ താൻ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് തന്റെ ആത്മാവാണ്. ആ ശപിക്കപ്പെട്ട സംഘത്തിലെ ആത്മാക്കൾ തന്റെ ശരീരം ഇല്ലാതാക്കിയിരിക്കുന്നു. പക്ഷേ ആത്മാവിനെ ഈ ട്രെയിനിൽ പൂട്ടിയിട്ടു.
അന്നു മുതൽ അദ്ദേഹം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇത്രയും പറഞ്ഞ ശേഷം സ്റ്റേഷൻ മാസ്റ്ററുടെ ശബ്ദം മാറി. അദ്ദേഹം പതുക്കെ പറഞ്ഞു, എനിക്ക് ഈ ട്രെയിനിൽ നിന്ന് പുറത്തു കടക്കണം. അതിന് എനിക്കൊരു പുതിയ ശരീരം വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ എത്തിച്ചത്. ആ വാക്കുകൾ കേട്ടതോടെ കിം ഭയന്ന് ചുറ്റും നോക്കി. പക്ഷെ അതിനകം വളരെ വൈകിയിരുന്നു. സ്റ്റേഷൻ മാസ്റ്ററുടെ ആത്മാവ് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അടുത്ത നിമിഷം തന്നെ അത് കിമ്മിന്റെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു. അതേസമയം കിമ്മിന്റെ ആത്മാവ് നേരെ ട്രെയിനിനുള്ളിൽ കുടുങ്ങിപ്പോയി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ കിം ഉറക്കെ നിലവിളിച്ചു. പക്ഷെ അവളുടെ ശബ്ദം ആരും കേട്ടില്ല. അവൾ ട്രെയിനിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ ഓടി വരുന്നത് കണ്ടു. അത് അവളുടെ സുഹൃത്തായിരുന്നു. കിമ്മിനെ അന്വേഷിച്ചാണ് അയാൾ അവിടെ എത്തിയത്. കിം എത്ര വിളിച്ചിട്ടും അവൻ അവളെ കാണാൻ കഴിഞ്ഞില്ല. കാരണം ട്രെയിനിനുള്ളിൽ കുടുങ്ങിയ ആത്മാവിനെ കാണാൻ ആർക്കും കഴിയുമായിരുന്നില്ല. പക്ഷെ കിമ്മിന്റെ ശരീരം മാത്രം പുറത്തുണ്ടായിരുന്നു. ഇനി ആ ശരീരത്തിൽ കിം ഉണ്ടാകില്ല. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് വർഷങ്ങളായി മോചനം കാത്തിരുന്ന സ്റ്റേഷൻ മാസ്റ്ററുടെ ആത്മാവായിരുന്നു. അവൻ പതുക്കെ ആ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അവനെ കണ്ടപ്പോൾ കിമ്മിന്റെ സുഹൃത്ത് കിം സുരക്ഷിതമായി തിരിച്ചു വന്നുവെന്നാണ് കരുതിയത്. പക്ഷേ യഥാർത്ഥത്തിൽ കിം എന്നേക്കുമായി ആ ശപിക്കപ്പെട്ട ട്രെയിനിൽ കുടുങ്ങിക്കഴിഞ്ഞിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ ഇനി കിമ്മിന്റെ രൂപത്തിൽ പുറത്തു ജീവിക്കും. പുതിയ ആളുകളെ ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. പുതിയ ഇരകളെ ആ ശപിക്കപ്പെട്ട ആത്മാക്കൾക്ക് കൈമാറും. അങ്ങനെ ഈ ഭീകര ചക്രം വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.